ലൈൻ നമ്പർ ഇപ്പോൾ 7ാമത്തെ ട്രാക്കിലുള്ള താരം സോണിയാണ് നമ്മൾ ആ സ്ക്രീനിൽ കാണുന്നത്. 6ാം നമ്പർ ലൈനിൽ ജ്യോതി ഉപാധ്യായ സെന്റ് ജോസഫ് HSS പുല്ലൂരാമ്പാറ. 5ാമത്തെ ട്രാക്കിൽ ഈ ട്രാക്കിനെ തീപിടിപ്പിച്ച താരം ആദിത്യ അജി നാവാമുകുന്ദ HSS മലപ്പുറം. 25.31 ഹീറ്റ്സിൽ ഓടിയെത്തിയ താരം. 4ാമത്തെ ട്രാക്കിൽ അഞ്ജലി PB AMHS പൂവമ്പായി കോഴിക്കോട്. 26.5. നിതിന്റെ ഒരു പ്രവചനം എന്താണ് ഇതിൽ? ഞാൻ ആദിത്യ അജിക്കൊപ്പം തന്നെയാണ്. ഹീറ്റ്സിലെ പ്രകടനവും ഈ മീറ്റിലെ തന്നെ പ്രകടനവും നോക്കിയാലും ആദിത്യ അജി തന്നെയായിരിക്കും. കാരണം 2 സ്വർണം ഇതിനോടകം നേടിക്കഴിഞ്ഞു. ഈ സ്വർണം കൂടി നേടിയാൽ ഒരുപക്ഷെ സീനിയർ പെൺകുട്ടികളുടെ ചാമ്പ്യൻഷിപ്പ്, വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് കൂടി ആദിത്യ അജിക്കാണെന്ന് നമ്മൾ പറയേണ്ടി വരും. ഏതായാലും ആദിത്യ 100 മീറ്റർ ഹർഡിൽസ് ഇപ്പോഴിതാ 200 മീറ്ററിലേക്ക് കൂടി ആദിത്യ മത്സരിക്കാൻ റാണി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ വേഗ റാണി എന്ന് മാത്രമല്ല, ട്രിപ്പിൾ സ്വർണം നേടിയാൽ സ്പ്രിന്റ് റാണി എന്ന് നമുക്ക് എല്ലാം തന്നെ. അതെ, 100 മീറ്റർ കുറച്ചുകൂടി ഒരു ബാലിസ്റ്റിക് ആക്ടിവിറ്റിയാണ്, കുറച്ചുകൂടി എഫേർട്ട് ഉള്ളത്. 100 മീറ്റർ ഹഡിൽസ് കുറച്ചുകൂടെ എഫേർട്ട് ഉള്ള, കുറച്ചുകൂടെ ബാലിസ്റ്റിക് ആയിട്ടുള്ള സ്പ്രിന്റ് മാത്രം പോരാ അതിന്. അപ്പോൾ അതിലും ആദിത്യ സ്വർണം നേടിയിരിക്കുന്നു. ഭാവിയിലേക്ക് വലിയ താരമായി, ഇന്ത്യയിൽ അറിയപ്പെടുന്ന താരമായി വരട്ടെ എന്നാണ്. ഇതിലും റെക്കോർഡ് ആരുടെയാണെന്ന് നോക്കൂ. ഇതിലും ആൻസി സോജന്റെ റെക്കോർഡാണ് കേട്ടോ. അതൊരു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു, ആൻസി സോജന്റെ സീനിയർ ഗേൾസിന്റെ മത്സരം നടക്കാൻ പോകുന്നു. ആൻസി സോജൻ 2019 നേടിയ റെക്കോർഡ് ആണ്. വളരെ ആകാംക്ഷയോടെ കൂടെ നമുക്ക് ഗാലറിയിൽ അവിടെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന്റെ അവിടെ ആളുകൾ വളരെ ഷാർപ്പായി നോക്കി നിൽക്കുന്നത് കാണാം. വൈകുന്നേരം ആകുമ്പോൾ സ്പ്രിന്റ് മത്സരങ്ങൾ, വളരെ ഫേവററ്റ് ആയിട്ടുള്ള ഇനങ്ങൾ വരുമ്പോൾ ഗാലറിയിൽ വലിയ ആളുകൾ ഉണ്ടാവും. അതിൽ കുട്ടികളുണ്ട്, അവരുടെ രക്ഷിതാക്കളുണ്ട്, അവരുടെ അധ്യാപകരുണ്ട്. ചങ്കിടിപ്പോടെയാണ് കേട്ടോ. കായികപ്രേമികളുമുണ്ട്. കഴിഞ്ഞ ദിവസം വിദേശത്തു നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ട്. അവിടെ വെടിയൊച്ച നമ്മൾ കേൾക്കുന്നു. 200 മീറ്റർ സീനിയർ ഗേൾസിന്റെ മത്സരം, ഫൈനൽ മത്സരം പുരോഗമിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, 1ാമത്തെ ട്രാക്കിൽ നവ്യ, 2ാമത്തെ ട്രാക്കിൽ സാന്ദ്ര, 3ാമത്തെ ട്രാക്കിൽ പ്രീതി, 4ാമത്തെ ട്രാക്കിൽ അഞ്ജലി, 5ാമത്തെ ട്രാക്കിൽ ആദിത്യ അജി. അവിടെ ഒരു ഫൈറ്റ് വരുന്നുണ്ട്. ജ്യോതി ഉപാധ്യായ ആദിത്യയും തമ്മിൽ ഒരു വലിയ ഫൈറ്റ്, ഒരു ഫോട്ടോ ഫിനിഷ് എന്ന രീതിയിലേക്ക്. നോക്കൂ, ആര് എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ആദിത്യ അജിയും ജ്യോതി ഉപാധ്യായും ഒപ്പത്തിനൊപ്പം ഓടിയെത്തി. പക്ഷെ ഫോട്ടോ ഫിനിഷിന്റെ ക്യാമറകൾ എന്തു പറയുന്നു അതനുസരിച്ച് നമ്മൾ ഇപ്പോൾ തന്നെ വിജയി നമുക്കറിയാം. വലിയൊരു ഫൈറ്റ് വന്നു നിതിൻ. തീർച്ചയായും ഞാൻ പ്രവചിക്കുകയാണെങ്കിൽ ഒരു ചെറിയ മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ ജ്യോതി ഉപാധ്യായ അങ്ങനെയാണ്. ആ ഫോട്ടോ ഫിനിഷിന്റെ സ്റ്റേജ് അവിടെ സാദിഖ് പാറക്കൽ നമുക്കത് കാണിച്ചു തരുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങള് ഒരു നേരിയ എഡ്ജ് ആർക്കാണ്, ഒരു ലൈൻ വരച്ചിട്ട് അതിനപ്പുറത്തേക്ക് നോക്കൂ. ആ ഫിനിഷ് ചെയ്ത് ആരാണെന്ന് കണ്ണുകൊണ്ട് നമുക്ക് അനുമാനിക്കാൻ പറ്റാത്ത അത്ര ഒരു നോക്കൂ. അവിടെ ജ്യോതി ഉപാധ്യായയുടെ ഒരു ആഘോഷം അവിടെയുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് എന്താണ് ആ ഫോട്ടോ ഫിനിഷിന്റെ റിസൾട്ട്. ഒരു ചങ്കിടിപ്പോട് കൂടി തന്നെ നോക്കാം. ആദിത്യ അജി തന്നെയാണ് അവിടെ 1ാമതെത്തുന്നത്. ആദിത്യ അജി ട്രിപ്പിൾ സ്വർണം, ഈ മീറ്റിലെ ആദ്യത്തെ ട്രിപ്പിൾ സ്വർണം. ആദിത്യ അജി 24.75. ഒരേ ഒരു മൈക്രോ സെക്കൻഡിൽ ജ്യോതി ഉപാധ്യായക്ക് വെള്ളി മെഡലിലേക്ക് പോകേണ്ടി വരുന്നു. പക്ഷേ നോക്കൂ, ഈ മീറ്റിലെ താരമാരാണ്, ഈ ട്രാക്കിലെ താരമാരാണ് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരം, അത് ആദിത്യ അജിയാണ്. നാവാമുകുന്ദ HSS തിരുനാവായ വരികയാണ്. ഒരു മൈക്രോ സെക്കൻഡ്. വളരെ സന്തോഷമുണ്ട്. റെസ്റ്റ് എടുക്കാം. ആദിത്യ ഓടി വന്നതിന്റെ ക്ഷീണമുണ്ട്. ഈ സമയത്ത് നമ്മൾ സംസാരിക്കേണ്ടതില്ല. ഹാട്രിക് സ്വർണം എന്ന് നമുക്ക് പറയാം. നിതിൻ ഇത് നമ്മള് ഒരു പക്ഷേ നമ്മുടെ ഷിജോ കുര്യൻ, നമ്മുടെ ഫൈനൽ നടന്നു കഴിഞ്ഞാൽ ഷിജോ കുര്യൻ എന്നെ വിളിച്ചിട്ട് ആദ്യത്തെ തന്നെ അല്ലേ ജയിച്ചത് എന്നാണ് എന്നോട് ചോദിച്ചിരുന്നത്. ഷിജോ കുര്യൻ പ്രവചിച്ച പോലെ തന്നെയാണ് 3ലും സ്വർണം ഉണ്ടാകുമെന്ന് പറഞ്ഞു. 3ലും സ്വർണം ഉണ്ടാകുന്നു. ഒരു ആദിത്യ ഇപ്പോൾ സംസാരിക്കാൻ തയ്യാറാണ്. സന്തോഷമുണ്ട്. ഞാൻ ഇന്നലെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ പ്രതീക്ഷ വന്ന മെഡൽ തന്നെയായിരുന്നു. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ എന്തായാലും നിങ്ങൾക്ക് കാണാൻ കഴിയും. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. അന്ന് കയ്യിൽ നിന്ന് പോയി വിചാരിച്ചു. പക്ഷേ ഇല്ല, എനിക്ക് എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം.
എൻ്റെ അമ്മയും അച്ഛൻ്റെ എല്ലാവരുടെയും പ്രാർത്ഥന, എൻ്റെ ബന്ധുക്കളുടെ എല്ലാവരും പ്രാർത്ഥന. ഒരുപാട് നന്ദിയുണ്ട്. ആദ്യം ദൈവത്തിനോട് നന്ദി പറയുന്നു.